ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പട്ടി, കൂട്ടത്തിലൊരു ഉരുപ്പടി. പോരാട്ടത്തിന് കയ്യിലൊരു കുറിപ്പടി. ജുബേ ഒരെണ്ണം തന്നില്ലേ? ഇനി ഇത് മുഷിൻ കാണട്ടെ, അപ്പ തരാം. ജമ്മക്കെ കയ്യിലുള്ള വോട്ട് പോകാതെ നോക്കട്ടെ. എന്താണ് ഒരു സൈഡ് അടിവ്? മുതലാളി വിളിച്ച് വലിച്ചിട്ടല്ലേ? നീ പിടിച്ച് തള്ളല്ലേ? ഓഹോ, അപ്പൊ ഇവനായിരുന്നല്ലോ ഡ്രൈവർ. അവന് വിശക്കനുണ്ടാവും മുതലാളി. പാവം പറയാനറിയാൻ പാടില്ലല്ല, അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. കൂടുതലൊന്നും വലിച്ച് കയറ്റായിരുന്നാ മതി. അച്ഛനെ 3 ചായ, 1 പാല് കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതലാളി വിത്തൗട്ട്? അതിവൻ ഇവിടുത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. ആ പാലും മഞ്ഞളിന്റെ ചായയിലേക്ക് ഇട്ടേക്കട്ടാ. അവിടെ വെച്ചേക്കട, കൈ കിട്ടാവും. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി? വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. ചായ എടുക്കാച്ചനെ. ഉൾച്ചയാണെന്ന് പറഞ്ഞ വെള്ളം കൊടുത്തേക്ക്. പൊട്ടനാണ് മനസ്സിലാവില്ല. മുണുങ്ങ്. എന്താ ഇതിന് മധുരയില്ലേ? ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞ മധുരം ഉണ്ടാവില്ല. ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ഇതിനകം കൊടുക്കത്ത മധുരോ? ഏതായാലും കുളിച്ചു, ഇനി നനഞ്ഞു കയറാം. മുണുങ്ങ് കൊടുത്തേക്ക്. മുണുങ്ങ്. മുതലാളി അവനെ കാണാനില്ല. ഹലോ ഹലോ, ഞാൻ ഉണ്ണിയുടെ അമ്മാവനല്ലേ? അതെ, ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. ഓ അതെ, പൈസ കിട്ടിയിട്ടില്ല. ഇൻഷുറൻസ് ഉടനെ കിട്ടും. ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും ആള് മരിച്ചു ഉറപ്പായി. അല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയനെ. എനിക്കൊന്നും തരാനില്ല. ഞാൻ അങ്ങോട്ട് കൊടുക്കാനുള്ളത്. അങ്ങോട്ടോ? ഇങ്ങോട്ടോ? എത്ര രൂപയാ? അതിപ്പോ ഞാനെടുത്ത് പൊട്ടന്മാരി കളിക്കാനുള്ള സാധനമല്ല. ബില്ല ഇതെന്ത് പണ്ടാലും വെറുതെ ബില്ലടിക്കണം. മിഷൻ കേടാക്കി. പണം തന്നിട്ട് പോണം. പണം തരാമല്ലോ. ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല. ബില്ലടിച്ചാ പണം തരണം. ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. പറഞ്ഞത് എന്തുണ്ടാക്കുന്നു? ആരടിക്കും? ഞാൻ ഇയാളെ അടിക്കുന്നു. ആര്? ഇയാളെ. വേണ്ടടാ, വെറുതെ തല്ലോളാണ്. ചേട്ടാ, ഈ പണ്ടാരക്കൊക്കെ തൊട്ട കാശ് പോക്കാണല്ലോടാ. മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോടാ, പോയി നോക്കടാ.